ഹലോ, നമസ്കാരം. ഞാനൊരു കസ്റ്റമറെ എടുത്തിട്ട് അവർ വീട്ടിൽ വിട്ടിട്ട് ഇനിയിപ്പം അടുത്തൊരു ഓട്ടോ ഉണ്ട്. അപ്പോൾ അവരെടുക്കാൻ വേണ്ടി പോവാം. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ, അതായത് കേരളത്തിലെ ചില സ്ഥലങ്ങളിലെ പോലാണ് ഇവിടുത്തെ ഈ ചില ഓസ്ട്രേലിയ ഈ റീജിയണൽ ഏരിയ. ഞങ്ങൾ ഈ റീജിയണൽ ഏരിയയിലാണ് താമസിക്കുന്നത്. ഈ റീജിയണൽ ഏരിയയിൽ തന്നെ ആയാലും ചില സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ അറിയാമല്ലോ, ഈ നാട്ടിലെ ഏതോ ഒരു സ്ഥലത്ത് പോകുന്നൊരു ഫീലിങ്സാണ്. ആണ് ഇപ്പം കണ്ടില്ലേ, നമ്മളൊരു കുറച്ച് ഉള്ളിലോട്ടാണ് വന്നത്. ഒരു അമ്മയും മോളെയും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. ഈ അവധി ദിവസമൊക്കെ ആകുമ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇവിടെ എല്ലാം ഒരു നല്ലൊരു നമ്മുടെ നാട്ടിൽ അതേ ഫീലിങ്സ് ആയി. നമ്മളിവിടെ വന്ന് ഒരു നാട്ടിൽ നമ്മൾ ഏതോ നാട്ടിൽ ഓടിക്കുന്ന ഒരു ഫീലിങ്സ് ആണ് ഈ ഏരിയയിൽ. ഈ ഏരിയയിൽ നിന്നല്ല, ചില സ്ഥലങ്ങളിലെല്ലാം നല്ലൊരു ഇതാണ്. പിന്നെ അടുത്ത ഓട്ടോ എന്തായാലും അടുത്ത ഒരു ഓട്ടം കിട്ടി. അടുത്ത ഓട്ടോ എടുക്കാൻ പോവുകയാണ്. അത് കറക്റ്റ് നമ്മുടെ ആ ഒരു കേരളത്തിലെ ഏതോ ഒരു സ്ഥലത്ത് പോകുന്ന ഒരു ഫീലിങ്സ് ആണ്. പിന്നെ ലൈനും കാര്യങ്ങളൊക്കെ നമ്മുടെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആണ്. എവിടെ ആയാലും ലൈൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം ഫാം ഏരിയ ആണെന്ന് തോന്നുന്നു. ഫാം ഏരിയയിലൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്ഥലങ്ങളായിട്ടും ചുറ്റും ഫെൻസായാലും അതിൻ്റെ ഉള്ളിൽ ചിലപ്പം ലാമ്പായിരിക്കും, അല്ലെങ്കിൽ പശുവിൻ്റെ ഇതായിരിക്കും. അങ്ങനെ ഒരുപാട് ഈ ഫാം ഏരിയ ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ഞാനീ വന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ അടുത്ത മെയിൻ റോഡിലോട്ട് കയറുക. ഇവിടെല്ലാം കൺസ്ട്രക്ഷനൊക്കെ ആയി തുടങ്ങി. പണ്ട് ഇവർ പറയുമായിരുന്നു, പണ്ട് ഇവിടെ ഒന്നുമില്ലായിരുന്നു, ഒറ്റ റോഡേ ഉള്ളായിരുന്നു. ഇപ്പം നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് രണ്ട് സൈഡും ഇങ്ങനെ ഓപ്പണായിട്ട് തുടങ്ങി. ഫാം ഏരിയ ഉണ്ട്. ഒരു സൈഡ് എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഈ ഏരിയയിൽ. അപ്പോൾ എന്തായാലും എല്ലായിടത്തും നല്ല ഡെവലപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. റീജിയണൽ ഏരിയ ആയാലും 10 വർഷത്തിന് മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വെറും വിജനമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. കാങ്കുരൂസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ 80K റോഡാണ്. ഇവിടെ നമ്മൾ 80 തന്നെ വേണം പോയി, ഇല്ലെങ്കിൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി നമ്മളെ ഫോണിടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് കറക്റ്റ് സ്പീഡിൽ തന്നെ വേണം പോയി. അപ്പം 80 പോവാണ് ഇപ്പം. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം ഇവിടെ ഏകദേശം ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം ഇപ്പം വീടുകളൊക്കെ ആയി തുടങ്ങി. ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം നല്ല ഡെവലപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ എക്സ്പെൻസ് ആയാലും നല്ല എക്സ്പെൻസാണ് ഇവിടുത്തെ എല്ലാ വീട് വാടകയ്ക്ക്, വീട് റെൻറ്റിനായാലും, ഫുഡ് ഐറ്റംസ് ആയാലും, പെട്രോള് എല്ലാം എല്ലാത്തിനും ഇപ്പോൾ നല്ല എക്സ്പെൻസ് കാണും. 4-5 വർഷത്തിന് മുമ്പ് ഇത്രയും വലിയ എക്സ്പെൻസീവോ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അതായത് കോവിഡിന് മുമ്പ്. കോവിഡിന് ശേഷമാണ് എല്ലാത്തിനും ഡബിൾ മോർഗേജും എല്ലാ കാര്യങ്ങൾക്കും ആയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ജോലി ചെയ്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ജോലി ഇല്ലാതെ നമ്മൾ ഇല്ലാതിരുന്നാലേ ഉള്ളൂ. ഒരാൾക്കുടെ ശമ്പളം കൊണ്ട് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിനായി പോവും. പക്ഷെ എന്നാലും അതിലൊരു ഒരു ഇതില്ല. കിട്ടുന്നതെല്ലാം ഇവിടെ തന്നെ ചിലവാകുന്നത്. പിന്നെ അതിനകത്തൊരു ഇതില്ല. എന്താ പിന്നെ നമുക്ക് പിന്നെ ഇന്ന സ്ഥലത്താണെന്നുള്ളൊരു പേര് മാത്രമേ നമുക്ക് ഉള്ളൂ. അങ്ങനെ പിന്നെ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ പണി ചെയ്യാൻ റെഡിയാണെങ്കിൽ ഗുഡാണ്. അല്ലെങ്കിൽ നല്ല ടൈറ്റായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങൾക്കായാലും അവരുടെ പഠന കാര്യങ്ങൾക്കായാലും എല്ലാത്തിനും നല്ല എക്സ്പെൻസീവാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ. ഇതിപ്പോൾ നമ്മൾ മെയിൻ ഉള്ളിലോട്ട് ഇവിടുത്തെ ഈ റീജിയണൽ ഏരിയയിലെ കുറച്ച് മെയിനായിട്ടുള്ള റോഡാണ്. മെയിൻ സിറ്റി പോലുള്ള റോഡാണ് ഞാനീ പോകുന്നത്. ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ, ഒരുപാട് സ്ഥലങ്ങൾ.
ഒരുപാട് ഇഷ്ടംപോലെ സ്ഥലങ്ങളാണുള്ളത്. കണ്ടമാനം സ്ഥലങ്ങളാണ്. കൂടുതൽ ഫാമുകാരാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ചിക്കൻ ഫാം, ലാമ്പിൻ്റെ ഫാം, കൗവിൻ്റെ ഫാം, അങ്ങനെ പിഗ്, അങ്ങനെയുള്ള ഫാമുകളാണ് കൂടുതലുള്ളത്. ഇപ്പം ഇവിടെ ഏകദേശം 9:30 സാറ്റർഡേ ആണ്. എന്നാലും തിരക്കൊക്കെ ആയി തുടങ്ങി. എന്നാൽ വലിയ തിരക്കില്ല, എന്നാലും തിരക്കുണ്ട്, തിരക്കുണ്ട്. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം വണ്ടികളുടെ ഷോറൂമുകളാണ്. വോൾസൺ വാഗണർ, ഇസുവിൻ്റെയും കിയ, ബെൻസ്, അങ്ങനെയുള്ള എല്ലാം ഉള്ള ഒരു ഏരിയയാണ് ഈ ഭാഗം. പിന്നെ ഇവിടെ ബണ്ടിങ്സ് എന്ന് പറഞ്ഞ വലിയൊരു ഒരു സ്ഥാപനമുണ്ട്. അവിടെ നമുക്ക് ഹാർഡ്വെയർ ടു Z സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. വലിയൊരു ഗോഡൗണാണ്. അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബണ്ടിങ്സ് എന്ന് പറയുന്ന വലിയ ഒരു സ്ഥാപനമാണെന്നുള്ളത്. നമ്മുടെ വീട്ടിലേക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് ലഭിക്കും. ഈ കാണുന്ന എല്ലാം വണ്ടിയുടെ ഒരു ഏരിയ. കിയയും, ടൊയോട്ട, മസ്ഡ, ഫോർഡ്, സുസുക്കി, അങ്ങനെ എല്ലാ വണ്ടികളുടെ എല്ലാം ഒരു ഷോറൂം ഈ സൈഡിലാണ്, ഈ ഭാഗത്താണ്. അതായത് ഈ എപ്സോ എന്ന് പറയുന്ന സൈഡാണിത്. കസ്റ്റമറിന് എടുക്കാൻ 2.6 കിലോമീറ്റർ ഉണ്ട്. പുള്ളി എടുക്കുന്നവരെ ഇതിലൊക്കെ കഥ പറഞ്ഞ് പോകാം. ബോറടിക്കുന്നത് ഇവിടെ പറയണം. ഇത് ബോറിംഗ് ആണ്, പരിപാടി നിർത്തിക്കോളാൻ പറയണം. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കും. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, നമുക്ക് നഷ്ടമൊന്നുമില്ല, കാണുന്നവർക്ക് നഷ്ടമില്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം എനിക്ക് കസ്റ്റമർ ഇപ്പം ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ നിന്ന് പോയാൽ മതി. റൈറ്റ് സൈഡ് ആണെങ്കിൽ നമുക്ക് യൂട്ടേൺ ഒക്കെ എടുക്കണം. യൂട്ടേൺ എടുത്തിട്ട് കയറി വരണം. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡ് ആയിട്ട് നമുക്ക് സൈഡിൽ ഒതുക്കി കൊടുത്താൽ മതി. രണ്ട് സൈഡ് നല്ല രണ്ട് സൈഡും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലൊരു പ്രകൃതി നല്ല രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് കാര്യങ്ങളെല്ലാം. നമ്മൾ ഒരുപാട് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഏത് ഭാഗത്തായാലും പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്തായാലും ആദ്യമേ അവർ ഈ പറഞ്ഞ ചെറിയ ചെറിയ മരങ്ങളും ചെടികളൊക്കെ ആദ്യമേ അതൊക്കെ വെച്ച് പിടിപ്പിച്ച് പക്ഷെ അവർ ആ കൺസ്ട്രക്ഷൻ ഫുൾ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അവിടെ എല്ലാം ഒരു ഗ്രീനറി ആയിരിക്കും. പിന്നെ വർഷങ്ങളോട് കഴിയുമ്പോൾ അവിടെ എല്ലാം നല്ല ഇതായിരിക്കും. അങ്ങനെ പ്രകൃതി അവർ നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥലം നല്ല വെതറായാലും എല്ലാ ക്ലൈമറ്റും അവർ പറയുന്നത് പോലെ തന്നെ. ഇന്ന് രാത്രി മഴയുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ സമയത്ത് മഴയായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് 7 മണിക്ക് മഴയുണ്ടെന്ന് കറക്റ്റ് 7 മണിക്ക് മഴ പെയ്യും. ഇന്ന് തണ്ടർ സ്റ്റോം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കറക്റ്റ് അവർക്ക് സമയം ഉണ്ടായിരിക്കും. ഇന്ന് വെതർ ഇന്ന വെതറാണ്. എല്ലാം കറക്റ്റ് അവരുടെ എല്ലാം കാൽക്കുലേഷനും എല്ലാം കറക്റ്റ് ആക്യുറസിയാണ്. അതേപോലെ ആ ഒരു രീതി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ മരങ്ങളൊന്നും വെട്ടിമുറിച്ച് കളയാനൊന്നും സാധിക്കുന്നില്ല. പിന്നെ അത് അങ്ങനെ എന്തെങ്കിലും കേടായതോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭീഷണിയായിട്ടുള്ള മരങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ അവരത് മുറിച്ച് മാറ്റി അവിടെ മറ്റു മരങ്ങൾ മറ്റൊന്നും നടുകയും ചെയ്യുന്നത്. ഇവിടെ പിന്നെ ഈ വലിയ ഓവർടേക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ എല്ലാവരും ഒരേ സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഓവർടേക്കിങ് വരുന്നില്ല. ഇപ്പം 60-ലാണെങ്കിൽ നമ്മൾ 60 തന്നെ പോയാൽ മതി. 80-ലാണെങ്കിൽ 80 തന്നെ പോയാൽ മതി. എൻ്റെ ബാക്കി വരുന്നതിന് 80-ലാണ് വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഓവർടേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മുമ്പിൽ പോകുന്ന വണ്ടി ഓവർടേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല അത്രയ്ക്ക് വലിയ 120, 110 ഒക്കെ റോഡൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് റൈറ്റ് ചെന്ന് കയറിപ്പോം. ഞാനെന്തായാലും കസ്റ്റമർ എടുക്കട്ടെ. കസ്റ്റമർ ഇവിടെ എത്തി. ഇവിടെ മഞ്ഞ ലൈനാണ്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല.
മഞ്ഞ ലൈനിൽ പാർക്ക് ചെയ്ത ഒരു പോലീസുകാർ കണ്ട ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് ഫൈൻ അടിച്ചു തരും. $100 ഇവിടുത്തെ ബിഗ് ഫൈൻ. കസ്റ്റമർ ആവണമാണ്. ഓക്കെ, കസ്റ്റമർ വെയിറ്റ് ചെയ്യാണ്. ഞാൻ എന്തായാലും പുള്ളി എടുക്കട്ടെ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.